നമസ്കാരം. ഉക്രൈൻ റഷ്യ യുദ്ധം 5ാം വർഷത്തിന്റെ കനൽ വഴികളിലേക്ക് കയറുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ അമേരിക്കയും ഉക്രൈനും ചേർന്നൊരു പുതിയൊരു നയതന്ത്ര നാടകം മെനയുകയാണ്. തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ റഷ്യയുടെ മാരകമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഉക്രൈന് തങ്ങളുടെ സ്വന്തം മണ്ണിൽ വെച്ച് അമേരിക്കൻ സാങ്കേതിക വിദ്യയായ പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ നിർമ്മിക്കാനുള്ള പ്രൊഡക്ഷൻ ലൈസൻസ് നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് കേട്ട് ലോകം ഒന്നടങ്കം ഞെട്ടി. നിങ്ങൾക്ക് പാട്രിയറ്റ് മിസൈലുകൾ ഉണ്ടാക്കാനുള്ള എന്ത് തരാം? ലൈസൻസ് തരാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ഞങ്ങൾ ആയുധം തരുന്നില്ല എന്ന കാര്യം, അതായത് പരാതിയുമായി ഇങ്ങോട്ട് വരരുത് എന്നായിരുന്നു ട്രംപിന്റെ ധാർഷ്ട്യവും പ്രകോപനവും കലർന്ന വാക്കുകളിലൂടെ വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിരോധ രംഗത്തെ അതികായന്മാരായ ലോക്ക്ഹീഡ് മാർട്ടിൻ അമേരിക്കയിൽ നിർമ്മിക്കുന്ന അത്യാധുനിക മിസൈൽ ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും അതിവേഗം തീർന്നു പോകുന്ന പശ്ചാത്തലത്തിൽ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും കാരണം ഉക്രൈനിൽ ഇതിന്റെ ഉൽപാദനം പ്രായോഗികമാക്കാൻ വർഷങ്ങളെടുക്കും. അപ്പോൾ നിലവിൽ റഷ്യൻ വ്യോമാക്രമണങ്ങൾക്ക് മുന്നിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇല്ലാതെ പ്രതിരോധം തകരുന്നത് ഉക്രൈന്. ഇത് സ്വാഭാവിക നടപടിയല്ലേ? അപ്പോൾ ട്രംപിന്റെ ഈ ദീർഘകാല ലൈസൻസിംഗ് പ്രഖ്യാപനം കൊണ്ട് ഹ്രസ്വകാലത്തേക്ക് യാതൊരുവിധ പ്രയോജനവും ലഭിക്കില്ല എന്നത് വാസ്തവം. ഇത് ഉക്രൈനെ കൂടുതൽ എന്ത് ചെയ്യും? ഒരു അപകടക്കെണിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയിലെ പ്രതിരോധ ഭീമനായ ലോക്ക്ഹീഡ് മാർട്ടിൻ പ്രതിവർഷം നിർമ്മിക്കുന്ന ഏതാണ്ട് 620 പാട്രിയറ്റ് മിസൈലുകളേത് വളരെ വേഗത്തിലാണ് ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും നിലവിൽ ഇവ ഉപയോഗിച്ചു തീരുന്നത്. അപ്പോൾ ഈ വിതരണക്ഷാമം പരിഹരിക്കാനാണ് ഉക്രൈനിലെ ഫാക്ടറികൾ സ്ഥാപിക്കുക എന്നത് കടുത്ത വെല്ലുവിളിയാണ്. ഉക്രൈനിലെ പ്രതിരോധ മന്ത്രിയുടെ ഉപദേഷ്ടാവായ സെർഹി ക്രിസ്റ്റ്യാനോവ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അപ്പോൾ സാങ്കേതിക രേഖകളുടെ കൈമാറ്റം, വിദഗ്ധർക്കുള്ള വിദേശ പരിശീലനം, സങ്കീർണമായ വിതരണ ശൃംഖലകളുടെ ഏകോപനം എന്നിവ പൂർത്തിയാക്കി ഒരു പ്രൊഡക്ഷൻ ലൈൻ യാഥാർത്ഥ്യമാകാൻ 12 മുതൽ 24 മാസം വരെ, അഥവാ കുറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ ഇതിൽ വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യ ഉക്രൈനിലേക്ക് കൈമാറുമ്പോൾ അത് റഷ്യൻ ഇന്റലിജൻസ് ചോർന്നു കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്ത് വളരെ കൂടുതലാണ്. സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇത് അമേരിക്കയുടെ സ്വന്തം സൈനിക സുരക്ഷയെ പോലും എന്ത് ചെയ്യും? ഇത് ബാധിക്കും. അതിലുപരിയായി നമുക്ക് എടുത്തു പറഞ്ഞാൽ ഉക്രൈൻ എവിടെയെങ്കിലും ഈ മിസൈൽ ഫാക്ടറി നിർമ്മിക്കാൻ ആരംഭിച്ചാൽ അതിനെന്ത് ചെയ്യും? അതിനെ കണ്ടെത്തി തകർക്കുക എന്നതായിരിക്കും റഷ്യൻ സൈന്യത്തിന്റെ പ്രഥമ പരിഗണന. കാരണം തങ്ങളെ തകർക്കാൻ വേണ്ടി മറ്റൊരു ആയുധം അവിടെ പണിയുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും റഷ്യ എന്ത് ചെയ്യും? അതിക്രമം നടത്തും. അപ്പോൾ തങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ഫാക്ടറിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉക്രൈൻ കൂടുതൽ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വിരോധാഭാസത്തിലേക്കാണ് ഈ പദ്ധതി ചെന്നെത്തുന്നത്. അതായത് തങ്ങൾ ആയുധം കൊടുക്കുന്നില്ല എന്ന പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇവിടെ എന്ത് ചെയ്തു? ലൈസൻസ് കൊടുത്തു. പക്ഷേ ഈ ലൈസൻസ് കൊണ്ട് ഉക്രൈന് യാതൊരുവിധ പ്രയോജനവും നിലവിലില്ല എന്നതാണ് വാസ്തവം. എന്തായാലും അമേരിക്കൻ ഭരണകൂടം ഉക്രൈന് ലൈസൻസ് നൽകുന്നതിലൂടെ തങ്ങളുടെ അടിയന്തര മിസൈൽ വിതരണ ബാധ്യതകളിൽ നിന്ന് നൈസായി തലയൂരാൻ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ കൈവശം അധികം പാട്രിയറ്റ് മിസൈലുകളില്ല, അത് ഞങ്ങളുടെ സുരക്ഷയ്ക്കും ആവശ്യമാണ്, ഉള്ളത് ഞങ്ങൾക്ക് തന്നെ അത്യാവശ്യം, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടില്ല എന്നതാണ് ഉക്രൈനോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ റഷ്യയുടെ അതിർത്തികളിലെ പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോ നടത്തുന്ന അനാവശ്യ ഇടപെടലുകൾക്കെതിരെ ശക്തമായ നിലപാടിലാണ് റഷ്യൻ പ്രസിഡന്റ് സ്വീകരിച്ചത്. എന്തായാലും സ്വന്തം വ്യോമാതിർത്തി പ്രതിരോധിക്കാൻ റഷ്യ ബുദ്ധിമുട്ടുകയാണെന്നും അതിനാൽ ചർച്ചകൾ വഴിതുറക്കുമെന്നുമുള്ള അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനകളെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ പാടെ തള്ളിക്കളയുകയാണ്. എന്തായാലും പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന സൈനിക സമ്മർദ്ദങ്ങൾ സമാധാനത്തിന് വഴിയൊരുക്കുമെന്നത് വൈറ്റ് ഹൗസിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഉക്രൈനിൽ റഷ്യയുടെ പ്രത്യേക സൈനിക നടപടി ലക്ഷ്യം കാണുന്നതുവരെ തുടരുമെന്നും പാശ്ചാത്യ മിസൈലുകളെ പ്രതിരോധിക്കാൻ കൂടുതൽ വലിയൊരു സുരക്ഷിത ബഫർ സോൺ അതിർത്തികളിൽ റഷ്യ സ്ഥാപിക്കുമെന്നും പെസ്കോവ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ യുദ്ധമുഖങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പുതിൻ വിസമ്മതിക്കുകയാണ്. കരിങ്കടലിലും അസോവ് കടലിലും റഷ്യയുടെ എണ്ണ സംഭരണശാലകളെയും ഇന്ധന ടാങ്കറുകളെയും ലക്ഷ്യമിട്ട് ഉക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുടെ നിരവധി ഇന്ധന കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായതായും റോസ്റ്റോ മേഖലയിലെ ഇന്ധന ഡിപ്പോകളിലും ഇൽസ്കി എണ്ണ ശുദ്ധീകരണശാലയിലും തീപിടുത്തമുണ്ടതായാണ് റിപ്പോർട്ട്. ഇത്തരം ആക്രമണങ്ങളിലൂടെ റഷ്യയിൽ താൽക്കാലിക ഇന്ധനക്ഷാമം സൃഷ്ടിച്ച് റഷ്യൻ സമ്പദ് വ്യവസ്ഥയും പുതിൻ ഭരണകൂടത്തെയും 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് സമാനമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാം എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളും ഉക്രൈനും കണക്കുകൂട്ടുന്നത്.
എന്നാൽ ഇത്തരം സകല നീക്കങ്ങളെയും അതിജീവിച്ച് റഷ്യ അതിന്റെ യുദ്ധ ലക്ഷ്യങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. അപ്പോൾ കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ പൂർണ്ണമായ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പുതിനെന്തില ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ട്. പാശ്ചാത്യ ഉപരോധങ്ങളും ആയുധ വിതരണങ്ങളും റഷ്യയുടെ ആഭ്യന്തര വീര്യത്തെ തകർക്കാൻ പര്യാപ്തമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് യുദ്ധകളത്തിൽ നിന്നുമുള്ള ഈ പുതിയ യാഥാർത്ഥ്യങ്ങൾ. എന്തായാലും കനത്ത യുദ്ധമുഖത്ത് ഉക്രൈന് ഇപ്പോൾ ആവശ്യമുള്ളത് കടലാസിലെ ഒപ്പുകളല്ല, ഫാക്ടറി പണിയാനുള്ള പെർമിറ്റുകളോ അല്ല, മറിച്ച് റഷ്യൻ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അടിയന്തര ആയുധങ്ങളാണ്. ആ യാഥാർത്ഥ്യം മറച്ചുകൊണ്ടാണ് ഇവിടെ ട്രംപ് നടത്തുന്ന പൊള്ളയായ പ്രഖ്യാപനങ്ങൾ ഉക്രൈനെ കൂടുതൽ വലിയൊരു കെണിയിലേക്ക് തള്ളിവിടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.